ദക്ഷിണേന്ത്യയിൽ ഇത്തവണ ബി.ജെ.പി. നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സനാതനധർമ്മത്തെ അനാദരിക്കുന്നവരെ തമിഴ്നാട്ടിൽ കോൺഗ്രസ് തോളിലേറ്റുന്നു. ബി.ജെ.പി. അധികാരത്തിലെത്തിയതോടെ രാജ്യത്ത് കുടുംബാധിപത്യം അവസാനിച്ചെന്നും പ്രധാനമന്ത്രി. വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ. कांग्रेस सरकार का मॉडल और एक बीजेपी सरकार का मॉडल, हर पैरामीटर पे आपको कांग्रेस के मॉडल से एक ऐसा मॉडल नजर आ रहा है कि हाँ, इस रास्ते पर हम चलेंगे इतनी गति से, और गति और बढ़ानी है। मुझे अगले टर्म में गति भी बढ़ानी है और स्केल भी बढ़ाना है. രാധാകൃഷ്ണനുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. RK, ANIക്ക് നൽകിയ അഭിമുഖത്തിൽ എന്തൊക്കെ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കുന്നു? RK. ഉന്മേഷ്, ഏറ്റവും പ്രധാനമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ രാഷ്ട്രീയ നിലപാടുകളും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രതീക്ഷകൾക്ക് ആധാരമായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ 400 സീറ്റുകൾ എന്നതിലുപരി ലഭിക്കും എന്നത് അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഒപ്പം അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പറയുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഏക സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ചതിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് കോൺഗ്രസിന് എതിരായും നെഹ്റു കുടുംബത്തിനെതിരായുമുള്ള വിമർശനവും ദക്ഷിണേന്ത്യയിൽ ഇത്തവണ കോൺഗ്രസ് വലിയ നേട്ടമുണ്ടാക്കും എന്ന അവകാശവാദവും ആണ്. ഈ കോൺഗ്രസിനും നെഹ്റു കുടുംബത്തിനും എതിരായിട്ട് ഉന്നയിച്ച വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 60 വർഷത്തിലേറെ രാജ്യം ഭരിച്ച ആ പാർട്ടി ഉണ്ടാക്കിയ നേട്ടത്തിന്റെ പല മടങ്ങ് 10 വർഷം കൊണ്ട് ഈ രാജ്യത്ത് തന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. വിഷം വമിക്കുന്ന ഒരു പാമ്പിനോടാണ് കോൺഗ്രസിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപമിച്ചത്. എല്ലാ വിധത്തിലും രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി കുടുംബ താല്പര്യങ്ങൾ മാത്രമാണ് കോൺഗ്രസിന് പ്രധാനപ്പെട്ടത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. ദക്ഷിണേന്ത്യയിൽ ഇത്തവണ കോൺഗ്രസിന് അടിപതറും എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി കോൺഗ്രസ് പ്രാദേശിക പാർട്ടികളെ DMK പോലെയുള്ള പ്രാദേശിക പാർട്ടികളെ പ്രോത്സാഹിപ്പിക്കുക വഴി രാജ്യവിരുദ്ധത പ്രകടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. രാമന്റെ പേരിൽ ഏറ്റവും അധികം ഗ്രാമങ്ങളുള്ള നാടാണ് തമിഴ്നാട്. അവിടെ ഇല്ലാത്ത രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പേരിൽ മാറ്റി നിർത്താനായി നോക്കിയാൽ അത് BJPക്ക് വഴങ്ങില്ല. BJP അവിടെ നേട്ടമുണ്ടാക്കുക തന്നെ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. ശരി, രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.